സുവിശേഷത്തിൻ തെളിച്ചം ആത്മാർപ്പണം. വചനം സത്യം ജീവദായകം. വചനം സത്യം ജീവദായകം. വചനം സത്യം ജീവദായകം. അധ്വാനിപ്പവർ തൻ സിരകളിലൊഴുകും ജീവൻ പകരും ദിവ്യഭോജനം. അധ്വാനിപ്പവർ തൻ സിരകളിലൊഴുകും ജീവൻ പകരും ദിവ്യഭോജനം. അതിരുകൾ ഭേദിക്കും സ്നേഹത്തിൻ്റെ രശ്മികൾ ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം. അതിരുകൾ ഭേദിക്കും സ്നേഹത്തിൻ്റെ രശ്മികൾ ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം. എല്ലാ ശാലോം TV പ്രേക്ഷകർക്കും മന്നയുടെ ഈ എപ്പിസോഡിലേക്ക് യേശുനാമത്തിൽ സ്വാഗതം. പ്രിയപ്പെട്ടവരെ, കത്തോലിക്ക സഭയുടെ പുണ്യമാണ് പൗരോഹിത്യം. ജോയേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 2-ാം അധ്യായം 17-ാം വചനം നമ്മോട് ഇപ്രകാരം പറയുന്നു: കർത്താവിൻ്റെ ശുശ്രൂഷകരായ പുരോഹിതന്മാർ പൂമുഖത്തിനും ബലിപീഠത്തിനും മധ്യ നിന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കട്ടെ. ഒരു ജനതയുടെ മുഴുവൻ രക്ഷ നേടിയെടുക്കുവാൻ തക്ക വിധത്തിൽ വിശുദ്ധരായ അനേകം പുരോഹിതന്മാരാൽ സമ്പുഷ്ടമാണ് കത്തോലിക്ക സഭ. ഇന്നേ ദിവസം നമ്മോടുകൂടി ആയിരിക്കുന്നത് തൃശ്ശൂർ അതിരൂപതയിലുള്ള ബിജു പാണയങ്ങാടൻ അച്ഛനാണ്. അച്ഛനെ സ്നേഹ പുരസ്കാരം ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് അച്ഛനെ പരിചയപ്പെടാം. ഞാൻ ഫാദർ ബിജു പാണയങ്ങാടൻ, തൃശ്ശൂർ അതിരൂപതയിലെ വൈദികനാണ്. തൃശ്ശൂർ അതിരൂപതയിലെ ആബ ധ്യാനകേന്ദ്രത്തിൻ്റെ ഡയറക്ടറായും തൃശ്ശൂർ അതിരൂപത കരിസ്മാറ്റിക് ഡയറക്ടറായും ശുശ്രൂഷ ചെയ്തതിനു ശേഷം ഇപ്പോൾ പുലക്കാട്ടുകര കർമ്മലനാഥ ഇടവക പള്ളിയിലെ വികാരിയായി ഞാൻ ശുശ്രൂഷ ചെയ്യുന്നു. ഇതോടൊപ്പം വചനപ്രഘോഷണ രംഗത്തും കൗൺസിലിംഗ് മേഖലയിലും അനേകം സ്കൂളുകളിലും കോളേജുകളിലും വചന ശുശ്രൂഷയും ധ്യാനവുമായി ഇപ്പോൾ ശുശ്രൂഷ ചെയ്ത് മുന്നോട്ട് പോകുന്നു. അച്ഛനൊരു പൗരോഹിത്യത്തിലേക്കൊരു വിളിയുണ്ടായൊരു സാഹചര്യം ഉണ്ടാകും. പ്രത്യേകമായിട്ട് ഏതൊരു വ്യക്തിയെ കർത്താവ് വിളിക്കുമ്പോഴും അനേകം വഴികളിലൂടെ കടത്തിവിട്ടിട്ടാണ് ഒരു പുരോഹിതനാക്കി മാറ്റുന്നത്. അച്ഛൻ്റെ പൗരോഹിത്യത്തിലേക്കുള്ള വിളിയെക്കുറിച്ച് ഒന്ന് വിശദമാക്കാവോ? ദൈവവിളിയെക്കുറിച്ച് പറയുമ്പോൾ ദൈവവിളിയുടെ തുടക്കം എല്ലായ്പ്പോഴും ചെറുപ്പത്തിലാണെന്ന് പറയാറ്. എൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. 6-ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം ഇടവകയിലെ അൾത്താര ബാലസംഘത്തിൽ ചേർന്ന് എല്ലാ ദിവസവും വിശുദ്ധ കുർബാന അർപ്പണത്തിൽ പങ്കെടുക്കാറുണ്ടായിരുന്നു. വൈദികനോട് ചേർന്ന് വിശുദ്ധ കുർബാന അർപ്പണത്തിൽ പങ്കാളികളാകുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ആഗ്രഹം, ഇതുപോലെ ഒരു വൈദികനായി എനിക്കും ഒരു ദിവസം വിശുദ്ധ കുർബാന അർപ്പിക്കണമെന്ന്. പിന്നീട് ഞാനത് തിരിച്ചറിഞ്ഞു. എൻ്റെ ദൈവവിളിയുടെ തുടക്കമെന്ന് പറയുന്നത് തമ്പുരാൻ തന്ന ഈ ഒരു ആഗ്രഹമാണെന്ന്. അതിനുശേഷം എല്ലാ ക്രിസ്ത്യൻ ധ്യാനങ്ങളിലും ദൈവവിളി സെമിനാറുകളിലും പങ്കെടുക്കും. 10-ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ എൻ്റെ ദൈവവിളി ഇതാണെന്ന് ബോധ്യപ്പെട്ട് ഞാൻ സെമിനാരിയിൽ ചേർന്നു. 11 വർഷം പരിശീലനം പൂർത്തിയാക്കി
2003 ഡിസംബറിൽ തിരുപ്പട്ടം സ്വീകരിച്ചു. അപ്പം അച്ഛനായി 13 വർഷമായി കർത്താവിൻ്റെ ശുശ്രൂഷ തിരുസഭയിൽ ചെയ്യുന്നു. ഒരു പുരോഹിതനായി വിളിക്കപ്പെടുമ്പോൾ അതിന് ശക്തമായൊരു കുടുംബത്തിൻ്റെ ഒരു അടിത്തറ ഉണ്ടായിരിക്കും. പ്രാർത്ഥനയുടെ, ഒരു അഭിഷേകത്തിൻ്റെ, അതിലുപരി വലിയൊരു പരസ്നേഹത്തിൻ്റെ, കുടുംബാംഗങ്ങൾ തമ്മിൽ വലിയൊരു സ്നേഹത്തിൻ്റെ ബന്ധത്തിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ഒരു പൗരോഹിത്യത്തിലേക്ക് വിളി വരുന്നത്. അല്ലാതെയും അനേകം പൗരോഹിത്യങ്ങൾ വരുന്നുണ്ട്. പക്ഷേ നമ്മുടെ കേരളീയ പശ്ചാത്തലം എടുത്ത് നോക്കുമ്പോൾ ശക്തമായൊരു കുടുംബ അന്തരീക്ഷത്തിൻ്റെ ഒരു അനുഗ്രഹം അതിലുണ്ട്. അച്ഛൻ്റെ കുടുംബത്തെക്കുറിച്ചൊന്ന് വിശദമാക്കാമോ? എൻ്റെ കുടുംബത്തിൽ അപ്പനും അമ്മയും അനിയനും അനിയത്തിയുമാണുള്ളത്. എൻ്റെ കുടുംബത്തിലെ മൂത്ത മകനാണ് ഞാൻ. അപ്പനും അമ്മയും കൂലിപ്പണിക്ക് പോകുന്നു, ഇപ്പോഴും പണിക്ക് പോകുന്നവരാണ്. എൻ്റെ ഇടവകയിലെ ആദ്യത്തെ അച്ഛനാണ് ഞാൻ. 11 പേര് സെമിനാരിയിൽ പോയിട്ട് 10 പേരും പോയ പോലെ പല കാരണങ്ങളാൽ തിരിച്ചു പോന്നു. അപ്പോൾ വൈദികനാവുക എന്നുള്ളത് അത്ര എളുപ്പമല്ല എന്നാണ് ഞാനും വിചാരിച്ചത്, എൻ്റെ വീട്ടുകാരും വിചാരിച്ചത്. എൻ്റെ അപ്പനും എന്നോട് തുടക്കത്തിൽ പോകണ്ട എന്നാണ് പറഞ്ഞ്, പോയിട്ട് ഇതുപോലെ തിരിച്ചു വരാൻ എന്നാൽ ശരിയാവില്ലെന്നും പറഞ്ഞ്. പിന്നീട് അപ്പം പറഞ്ഞു, ഇനി നിനക്ക് അങ്ങനെ ഒരു ആഗ്രഹമുണ്ടെങ്കിൽ ഞങ്ങളായിട്ട് അതിന് തടസ്സം നിൽക്കുന്നില്ല, അതുകൊണ്ട് നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നീ അതിൽ ചേർന്നോളാൻ പറഞ്ഞു. അങ്ങനെയാണ് സെമിനാരിയിലൊക്കെ പോകുന്നത്. പക്ഷെ എൻ്റെ അപ്പനും അമ്മയൊക്കെ ഒരുപാട് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഒരുപാട് ത്യാഗം ചെയ്ത് തന്നെ അവർ എനിക്ക് വേണ്ടി പ്രാർത്ഥന തമ്പുരാൻ്റെ സന്നിധിയിൽ നടത്തിയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതോടൊപ്പം തന്നെ അവരുടെ അധ്വാനത്തോടു കൂടിയുള്ള കഷ്ടപ്പെട്ടിട്ടുള്ള ജീവിതമൊക്കെ പൗരോഹിത്യത്തിലേക്ക് എന്നെ ഒരുക്കുന്നതിന് ഏറെ സഹായകമായിട്ടുണ്ട്. ഇന്ന് എൻ്റെ അപ്പനും അമ്മയും വേറെ ഒന്നും സമ്പാദിക്കാനോ വലിയ വലിയ നേട്ടങ്ങൾക്കൊന്നും അവർക്ക് സാധിച്ചില്ലെങ്കിലും ഒരു വൈദികൻ്റെ അപ്പനും അമ്മയുമാണ് എന്ന് പറയുന്നതിൽ അവർക്കേറെ സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. എൻ്റെ ഇടവകയിൽ നിന്ന് ഇതുവരെ വേറെ അച്ഛന്മാർ ആയിട്ടില്ല. 2 പേര് പഠിക്കുന്നുണ്ട്. എന്നിരുന്നാലും ഞാനും ഇന്ന് വൈദികനായി എന്നുള്ളതിൽ ഏറെ സന്തോഷിക്കുന്ന ഒരു വ്യക്തിയാണ്. വലിയ ഒരു അനുഗ്രഹമാണ്. 11 പേര് അച്ഛനാകാൻ പോകുന്നു, അതിലൊരാൾ മാത്രം പൗരോഹിത്യത്തിലേക്ക് വിളിക്കപ്പെടുന്നു. അതിലുപരി ഇന്നും കൂലിവേല ചെയ്ത് ജീവിക്കുന്ന മാതാപിതാക്കന്മാരുടെ ഒരു മകനാണ് ഇദ്ദേഹം. വലിയ അനുഗ്രഹം, വലിയ അഭിമാനം. അച്ഛാ, പൗരോഹിത്യത്തിലേക്ക് വിളി വന്നു, ഒരു ഇടവക വൈദികനായിട്ടായിരിക്കും അച്ഛൻ വിളിക്കപ്പെട്ടത്. പക്ഷെ അതിൽ നിന്ന് ഒരു വചനപ്രഘോഷകനായി മാറുക എന്നുള്ളത് വലിയൊരു വിളിയാണ്. അനേകം പുരോഹിതന്മാരുണ്ട്, ഇടവക വൈദികരായിട്ടും മറ്റുള്ള ശുശ്രൂഷകളും സ്കൂളിൽ മാനേജ്മെൻറ്റ് തലങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നവരുണ്ട്. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായി വചനപ്രഘോഷണത്തിലേക്ക് വിളിക്കേണ്ട ഒരു സാഹചര്യം, അതൊന്ന് പങ്കുവയ്ക്കാവോ? സെമിനാരിയിൽ പഠിക്കുന്ന സമയത്തും പ്രാർത്ഥനാ കൂട്ടായ്മകൾക്ക് നേതൃത്വം നൽകാൻ, അല്പസമയമൊക്കെ വചനത്തെക്കുറിച്ച് പറയാൻ എനിക്ക് വലിയ സന്തോഷമായിരുന്നു. അങ്ങനെ അച്ഛനായതിനു ശേഷവും ഇതുപോലെ ചെറിയ ചെറിയ കൂട്ടായ്മകളിലൊക്കെ വചന ശുശ്രൂഷകൾക്ക് പോകാറുണ്ട്. അച്ഛനായി 5 വർഷം ആയപ്പോഴാണ് എന്നെ ധ്യാന കേന്ദ്രത്തിൻ്റെ ഡയറക്ടറായിട്ട് അഭിമന്യ പിതാവ് നിയമിക്കുന്നത്. തൃശ്ശൂർ അതിരൂപതയുടെ ചരിത്രം പരിശോധിച്ചാൽ പട്ടം കിട്ടിയൊരു 20 വർഷമെങ്കിലും കഴിഞ്ഞ സീനിയറായിട്ടുള്ള അച്ഛന്മാരാണ് പൊതുവെ ഡയറക്ടർമാരാകാറ്. പക്ഷേ പിതാവ് എന്നെ നിയോഗിച്ചപ്പോൾ എനിക്ക് തോന്നി ഇതൊരു ദൈവ നിയോഗമാണെന്ന്. ഞാൻ പിതാവിനോട് എന്നെ മാറ്റാനൊക്കെ പറഞ്ഞ് ആവശ്യപ്പെട്ടെങ്കിലും പിതാവ് പറഞ്ഞു, ഇത് ദൈവം ആഗ്രഹിക്കുന്നു, ഇത് ദൈവ നിയോഗമാണെന്ന്. പിതാവ് അങ്ങനെ പറഞ്ഞതിൽ നിന്ന് എനിക്കത് താല്പര്യമായി. പിന്നെ ഞാൻ ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുകയാണ്. പിന്നീട് ഒരു ദൈവനിയോഗം പോലെ തന്നെ ഞാൻ ചെയ്യുന്ന ഓരോ ശുശ്രൂഷകളിലും, വചനപ്രഘോഷണമായാലും ലോകശാന്തി ശുശ്രൂഷയായാലും കൗൺസിലിംഗ് മേഖലയൊക്കെ ആയാലും വളരെ അത്ഭുതകരമായിട്ട് എന്നിലൂടെ ദൈവം ഇടപെടുന്നത് എനിക്ക് അനുഭവപ്പെട്ടു തുടങ്ങി. അപ്പോൾ ഞാൻ തിരിച്ചറിഞ്ഞു, ഇത് ദൈവം എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു, ദൈവം എന്നിൽ നിന്ന് ഇത് ആഗ്രഹിക്കുന്നു. അപ്പം അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി, ക്ലാസ്സുകൾ ഒരുങ്ങാൻ തുടങ്ങി. അങ്ങനെ ഈ ശുശ്രൂഷയിൽ എന്നാലാവുന്ന രീതിയിൽ മാക്സിമം സജീവമായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങി. തൃശ്ശൂരിനെ കുറിച്ച് പറയുമ്പോൾ അനേകം ധ്യാനകേന്ദ്രങ്ങളാലും അനേകം വചനപ്രഘോഷകരാലും സമ്പുഷ്ടമായ ഒരു ദേശമാണ്. ലോകത്തിൻ്റെ എവിടെയെല്ലാം ചെന്നാലും
വചനപ്രഘോഷകരെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ അനേകം വചനപ്രഘോഷകർ തൃശ്ശൂർ മണ്ണിൽ നിന്ന്, അനുഗ്രഹിക്കപ്പെട്ട മണ്ണിൽ നിന്ന് വന്നവരാണ്. ആ ദേശത്തിൻ്റെ വലിയ അനുഗ്രഹത്തിന് നമുക്ക് ദൈവത്തോട് നന്ദി പറയാം. അച്ഛൻ്റെ ജീവിതത്തിൽ ശുശ്രൂഷയിൽ വർഷങ്ങളായിട്ട് നിലനിൽക്കുന്ന ഒരു അച്ഛനാണ്. അനേകം വ്യക്തികളുടെ ജീവിതത്തോടെ അച്ഛൻ കടന്നു പോയിട്ടുണ്ട്. അച്ഛനെ സ്പർശിക്കുന്ന, ജീവിതത്തിൽ ഒരിക്കലും മാഞ്ഞു പോകാത്ത വിധം അച്ഛൻ്റെ ഹൃദയത്തിൽ കിടക്കുന്ന, അല്ലെങ്കിൽ അച്ഛൻ്റെ ഹൃദയത്തിൽ സ്പർശിച്ചു പോയ ഒരു അനുഭവം ഒന്ന് പങ്കുവയ്ക്കാവോ? ഒരുപാട് അനുഭവങ്ങൾ എനിക്ക് ഓർക്കാൻ സാധിക്കും. പ്രത്യേകിച്ച് മാനസാന്തരത്തിൻ്റെ അത്ഭുതങ്ങൾ. നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ പറയുന്നതിലൂടെ, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു സന്ദേശം പോലെ പറയുന്നതിലൂടെയൊക്കെ ഒരുപാട് ജീവിതങ്ങളെ തമ്പുരാൻ സ്പർശിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഒരിക്കൽ ആത്മഹത്യക്ക് ഒരുങ്ങി കുറിപ്പൊക്കെ എഴുതി തയ്യാറാക്കി വെച്ച്, കുരുക്ക് റെഡിയാക്കി വെച്ച്, അങ്ങനെ തൂങ്ങി മരിക്കാൻ എല്ലാ തയ്യാറെടുപ്പുകളും ചെയ്തൊരു മകൻ രാത്രി കുടിച്ച് ഫിറ്റായി അവൻ എൻ്റെ അടുത്ത് വന്നു. വലിയ ഉപദേശമൊന്നും വേണ്ടെന്ന് കണക്കാക്കി ഞാൻ പ്രാർത്ഥിച്ചൊരു വചനം എടുത്തു. എനിക്ക് കിട്ടിയ വചനം ഇതാണ്: മകനെ, നീ പാപം ചെയ്യരുത്. സർപ്പത്തിൽ നിന്നെന്ന പോലെ പാപത്തിൽ നിന്ന് നീ ഓടി അകലുക. ഈ ഒരു വചനം ഇതേപടി ഞാൻ ഇവനോട് ചോദിച്ചു: മോനെ, നീ പാപം ചെയ്തിട്ടുണ്ടോ? ഇനി ചെയ്യരുത്. സർപ്പത്തിൽ നിന്നെന്ന പോലെ പാപത്തിൽ നിന്ന് നീ ഓടി അകലുക. അവൻ എൻ്റെ കാൽക്കിൽ വീണ് എന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് അവൻ്റെ കഴിഞ്ഞുപോയ ജീവിതകാര്യങ്ങളെല്ലാം എന്നോടവൻ പങ്കുവച്ചു. ഞാൻ അവന് വേണ്ടി പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം രാവിലെ വന്ന് 1.25 മണിക്കൂറോളം സമയമെടുത്ത് ഞാൻ അവനെ കുമ്പസാരിപ്പിച്ചു, കൗൺസിലിംഗ് നടത്തി, അവന് വേണ്ടി പ്രാർത്ഥിച്ചു. അവൻ്റെ എല്ലാ ദുശീലങ്ങളിൽ നിന്നും മാറി ഒരു പുതിയ ജീവിതത്തിലേക്ക് അവൻ തുടക്കം കുറിച്ചു. ഇന്ന് എല്ലാ ദുശീലങ്ങളിൽ നിന്നും മാറി വിവാഹം ചെയ്ത് കുടുംബമായി സന്തോഷത്തോടെ ജീവിക്കുകയാണ്. തമ്പുരാൻ്റെ ഒരു വചനം എന്നിലൂടെ ആ മകനിലേക്ക് കടന്നു ചെന്നപ്പോൾ അവൻ്റെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുന്ന രീതിയിൽ ഒരു നവജീവിതത്തിന് തുടക്കം കുറിക്കാൻ ദൈവം അവസരമൊരുക്കി. ഇതുപോലെ കണ്ടുമുട്ടിയിട്ടുള്ള ഒരുപാട് വ്യക്തികളുടെ ജീവിതത്തിൽ വചനം ഉപയോഗിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, നല്ലൊരു കൗൺസിലിംഗ് നടത്തുമ്പോൾ, വിശുദ്ധ കുർബാനയിൽ അവരെ പങ്കെടുപ്പിക്കുമ്പോൾ, ഏതൊക്കെ തരത്തിൽ അവരെ ഇങ്ങനെ ദൈവത്തിലേക്ക് പഠിക്കാൻ സാധിക്കുമോ അവിടെയെല്ലാം വലിയ അത്ഭുതങ്ങൾ നടന്നതായി എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. അതുപോലെ രോഗശാന്തിക്ക് വേണ്ടി സഭയുടെ നാമത്തിൽ പൗരോഹിത്യ അധികാരത്തോട് ചേർന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്നതായിട്ടും പ്രവർത്തിക്കുന്നതായിട്ടും നേരിട്ട് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് കൺവെൻഷനുകളിൽ, ധ്യാനങ്ങളിലൊക്കെ ദൈവം വചനം സ്വീകരിച്ചതിൻ്റെ അടയാളമായി രോഗശാന്തി അനുഗ്രഹമായിട്ട് അവർക്ക് നൽകുന്നത് അനുഭവപ്പെട്ടിട്ടുണ്ട്. കത്തോലിക്കാ സഭയുടെ അടിത്തറ കുടുംബ ബന്ധങ്ങളിലാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷേ ഈ ആധുനിക കാലഘട്ടങ്ങളിൽ വളരെ ശിഥിലമായ അവസ്ഥയിലാണ് കുടുംബ ബന്ധങ്ങൾ. ചെറിയ കാര്യങ്ങളിൽ പോലും പെട്ടെന്ന് പ്രതികരണം ഉണ്ടാകുകയും പെട്ടെന്ന് വേർപിരിഞ്ഞു പോകണം എന്ന ആഗ്രഹം ഉണ്ടായിരുന്നൊരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്നത്. അനേകം വചനപ്രഘോഷകരും പുരോഹിതന്മാരും പറഞ്ഞിട്ടുണ്ട്, സഭാ കോടതികളിൽ കെട്ടിക്കിടക്കുന്ന വിവാഹമോചന കേസുകൾ അനവധിയാണ്. അച്ഛൻ്റെ ജീവിതത്തിൽ അനേകം കുടുംബ ബന്ധങ്ങളിൽ അച്ഛൻ ഏർപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് കൗൺസിലിങ്ങിലൂടെ അവരെ എല്ലാവരെയും മാനസാന്തര അനുഭവത്തിലേക്കും നല്ല കുടുംബജീവിതത്തിലേക്കും കൊണ്ടുവന്നിട്ടുണ്ട്. അച്ഛന് ഇന്നത്തെ കാലഘട്ടത്തിൽ കുടുംബത്തിന് കൊടുക്കാവുന്ന ഒരു സന്ദേശം എന്തായിരിക്കാം? കുടുംബത്തിന് നൽകാവുന്ന സന്ദേശം എന്ന് പറയുമ്പോൾ പലപ്പോഴും കുടുംബജീവിതത്തിൽ അത് സഹനങ്ങളാകാം, ആകുലതകളാകാം, കഷ്ടപ്പാടുകളാകാം, പ്രതിസന്ധികളാകാം, ദൈവത്തെ പലപ്പോഴും അകറ്റി നിർത്തുന്ന ഒരു മനോഭാവം ദമ്പതികളിൽ കടന്നു വരുന്നത് കൊണ്ട് പല പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാതെ അവർ ദൈവത്തിൽ നിന്ന് അകന്നു പോവുകയാണ്. അപ്പോൾ ദൈവിക കൃപയോട് സഹകരിക്കാതെ, ദൈവത്തോട് ആലോചന ചോദിക്കാതെ പല കാര്യങ്ങളും മുന്നോട്ട് പോകുമ്പോൾ കുടുംബ ബന്ധങ്ങളിൽ ഒരുപാട് അസ്വസ്ഥതകൾ ഉണ്ടാകുന്നുണ്ട്. ഓരോ കുടുംബങ്ങളുടെയും പ്രശ്നങ്ങൾ നമ്മൾ മനസ്സിലാക്കി വരുമ്പോൾ വളരെ നിസ്സാരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഡൈവോഴ്സിൽ വരെ എത്തി നിൽക്കുന്നതായിട്ട് കാണുന്നത്. പക്ഷെ നീ അത് നിൻ്റെ ജീവിത പങ്കാളി ഉൾക്കൊള്ളുക.
നീ നിൻ്റെ ജീവിത പങ്കാളിയുടെ ഈ ഒരു കുറവ് നീ പരിഹരിക്കാനായിട്ട് പരിശ്രമിക്കുക, അല്ലെങ്കിൽ നീ അത് ഉൾക്കൊള്ളുക എന്നൊക്കെ പറയുമ്പോൾ അത് സ്വീകരിക്കാനുള്ള ഒരു നല്ല മനസ്സ് ദമ്പതികൾക്ക് കുറഞ്ഞു വരികയാണ്. അപ്പോൾ അതൊരു ദൈവനിയോഗമായിട്ട് കണ്ട് അതിനെ സ്വീകരിക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കൂ എന്നുള്ളതാണ് എൻ്റെ ഒരു അനുഭവമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ പ്രാർത്ഥനയുടെ ഒരു അടിത്തറയില്ലാതെ, ആത്മീയമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടില്ലാതെ ഈ ഒരു കാര്യത്തിൽ മുന്നോട്ട് പോവുക എളുപ്പമല്ലെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ആധുനിക കാലഘട്ടങ്ങളിൽ പൗരോഹിത്യം പോലും വലിയ വെല്ലുവിളികളിലൂടെ കടന്നു പോവുകയാണ്. പുരോഹിതന്മാരുടെ കുറവ് പലപ്പോഴും അനേകം സ്ഥലങ്ങളിൽ അനുഭവപ്പെടുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ എൻ്റെ ഒരു സുഹൃത്ത് ഇപ്രകാരം പങ്കുവച്ചു, അത്യാവശ്യമായിട്ട് 1 മാസത്തേക്ക് മറ്റൊരു രാജ്യത്തേക്ക് അദ്ദേഹത്തിന് പോകേണ്ടി വന്നു. അവിടെ ചെന്നപ്പോൾ അവിടെ ആരാധനാ സ്വാതന്ത്ര്യം ഇല്ല, അതുമാത്രമല്ല കുർബാനയ്ക്കോ കുമ്പസാരത്തിന് പോകാൻ സാധിക്കില്ല. തിരികെ വരുന്ന സമയത്തൊന്ന് കുമ്പസാരിക്കണം അത്യാവശ്യമായിട്ട്. അദ്ദേഹം പറഞ്ഞത് ഇപ്രകാരമാണ്, വളരെയധികം വിമ്മിഷ്ടപ്പെട്ടാണ് അദ്ദേഹം വിമാനത്തിൽ ദുബായിലേക്ക് യാത്ര ചെയ്തത്. നേരെ വിമാനത്താവളത്തിൽ ഇറങ്ങിയ ശേഷം നേരെ വീട്ടിലേക്ക് പോകാതെ, ഭാര്യയും മക്കളെയും കാണാതെ ദുബായ് സെൻറ്റ് മേരീസ് പള്ളിയിലേക്ക് വന്ന് കുമ്പസാരം കഴിഞ്ഞിട്ടാണ് അദ്ദേഹം വീട്ടിലേക്ക് പോകുന്ന കാര്യം പങ്കുവച്ചു. ഇങ്ങനെയുള്ളൊരു കാലഘട്ടത്തിലാണ് നമ്മൾ കടന്നു പോകുന്നത്. പുരോഹിതന്മാരുടെ വളരെ കുറവ് അനുഭവപ്പെടുന്നുണ്ട്. അനേകം പുതിയ ദൈവവിളികൾ കുറഞ്ഞു വരികയാണ്. അച്ഛാ, എങ്ങനെയാണ് ഈ ഒരു അവസ്ഥയെ നമുക്ക് തരണം ചെയ്യാൻ സാധിക്കുന്നത്? അനേകം പുതിയ ദൈവവിളികൾ എങ്ങനെ നമുക്ക് പ്രോത്സാഹിപ്പിക്കാം? ദൈവവിളികൾ പ്രോത്സാഹിപ്പിക്കണമെങ്കിൽ പ്രധാനമായി കുടുംബങ്ങളിൽ വിശുദ്ധ ജീവിതം ഉണ്ടാകണം. അതോടൊപ്പം തന്നെ ഇന്ന് മക്കളെ വളർത്തിക്കൊണ്ടുവരുമ്പോൾ കുഞ്ഞുനാൾ മുതൽ തന്നെ മകനെ ഇന്ന പ്രൊഫഷനിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കണമെന്നുള്ളത് മാതാപിതാക്കളുടെ വലിയൊരു ആഗ്രഹമാണ്. ആ ആഗ്രഹത്തിൻ്റെ കൂട്ടത്തിൽ വൈദികനാകണം, കുടുംബത്തിൽ നിന്ന് ഒരു പുരോഹിതനുണ്ടാവുക എന്നുള്ളത് വലിയ അനുഗ്രഹമാണ് എന്നുള്ള കാര്യം മാതാപിതാക്കൾ മക്കൾക്ക് പകർന്നു കൊടുക്കാത്തിടത്തോളം കാലം ഇന്നത്തെ ഈ പശ്ചാത്തലത്തിൽ മക്കൾ ഈ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. അങ്ങനെ പറയുന്നെങ്കിൽ പോലും ഇന്ന് ഒരുപാട് കുടുംബങ്ങളിൽ നിന്ന് നല്ല ദൈവവിളികൾ, പ്രത്യേകിച്ച് തൃശ്ശൂർ അതിരൂപതയിലൊക്കെ ദൈവവിളിക്ക് ഒരു കുറവുമില്ല. 3 മക്കളുള്ളതിൽ 3 പേരും, 2 പേര് അച്ഛനാകാൻ, ഒരാൾ സിസ്റ്ററാകാൻ, അല്ലെങ്കിൽ ആകപ്പാട് ഒരു മകനുള്ളത് ആ മകൻ സെമിനാരിയിൽ പോരുന്നു. അപ്പം അങ്ങനെയുള്ള ദൈവവിളികളും ഉണ്ട്. അപ്പോൾ കുടുംബങ്ങളിൽ ഈ പൗരോഹിത്യത്തെ സ്നേഹിക്കുക, പൗരോഹിത്യ ദൈവവിളികൾ, സമർപ്പിത ജീവിതാന്തസ്സിലേക്കുള്ള ദൈവവിളികൾ ഉണ്ടാകുന്നത് കുടുംബത്തിന്, ദൈവജനത്തിന് തന്നെ ഒരു വലിയ അനുഗ്രഹമാണെന്നുള്ള കാഴ്ചപ്പാടോടെ മക്കളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുമ്പോൾ ദൈവവിളികൾ തീർച്ചയായും വർദ്ധിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. അച്ഛൻ്റെ ആദ്യത്തെ ഗൾഫ് യാത്രയാണിത്. നാട്ടിൽ അനേക സ്ഥലങ്ങളിൽ ധ്യാനിപ്പിക്കുകയും അനേകം രൂപതകളിലൊക്കെ സന്ദർശിച്ച് അവരുടെ വിശ്വാസത്തെക്കുറിച്ചൊക്കെ തൊട്ടറിഞ്ഞ ഒരു പുരോഹിതനാണ്. പ്രത്യേകിച്ച് ധ്യാന കേന്ദ്രത്തിലായിരുന്നത് കൊണ്ടൊക്കെ വ്യക്തിഗത വിശ്വാസത്തെക്കുറിച്ചൊക്കെ വ്യക്തമായിട്ട് അറിയാം. ആദ്യമായിട്ട് പ്രവാസ ലോകത്തിലേക്ക് കടന്നു വന്നപ്പോൾ വളരെ കുറച്ച് ദിവസങ്ങളേക്കാണ് അച്ഛൻ വന്നത്. ഇവിടെ ഉണ്ടായിരുന്ന ഒരു വിശ്വാസത്തിൻ്റെ അടിത്തറ, അതിൻ്റെ ശക്തി എപ്രകാരമാണ് അച്ഛന് മനസ്സിലായത്? ഗൾഫിൽ വന്നതിനെക്കുറിച്ച് ഞാൻ ഓർക്കുമ്പോൾ വലിയ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് ഇവിടെയുള്ള പ്രാർത്ഥനാ കൂട്ടായ്മകളിൽ പോയി ഒരുപാട് കുടുംബങ്ങളിൽ പോയൊക്കെ പ്രാർത്ഥിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്തപ്പോൾ എനിക്ക് ബോധ്യപ്പെട്ടൊരു കാര്യം, നാട്ടിലുള്ളതിനേക്കാളും ഭയങ്കര തീക്ഷ്ണതയോടെ, ആഗ്രഹത്തോടെ, അതിലുപരി അനുഭവത്തോടെ പ്രാർത്ഥിക്കുന്ന നല്ല കൂട്ടായ്മകളും വ്യക്തികളും ഇവിടെയുണ്ട് എന്നുള്ളത് എനിക്ക് ബോധ്യമായി. പലരെ സംബന്ധിച്ചും വളരെ പ്രഭാതത്തിൽ തന്നെ നേരത്തെ ഒരുങ്ങി കിലോമീറ്ററുകൾ യാത്ര ചെയ്ത് വിശുദ്ധ കുർബാന അർപ്പിച്ചതിന് ശേഷം ജോലി അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യം എന്നുള്ള ആ ഒരു പ്രയോറിറ്റി ഒരുപാട് കുടുംബങ്ങൾ നൽകുന്നതായിട്ട് എനിക്കിവിടെ അനുഭവപ്പെട്ടു. അതോടൊപ്പം തന്നെ വ്യക്തിപരമായിട്ട് പ്രാർത്ഥിക്കാൻ, ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ, ദംശാംശം കൊടുക്കാൻ, അങ്ങനെ സഭ ആവശ്യപ്പെടുന്ന ഒരുപാട് ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ ദൈവാനുഗ്രഹം ലഭിക്കുന്നതിന് വേണ്ടി ചെയ്യാൻ താല്പര്യമുള്ളവരാണ് എന്നുള്ളൊരു കാര്യമാണ്
ഒന്നാമതായി എനിക്ക് ഈ അനുഭവത്തിൽ കിട്ടിയത്. അതോടൊപ്പം തന്നെ എനിക്ക് മനസ്സിലായ മറ്റൊരു കാര്യം, ഇവർ ഒരുപാട് ടെൻഷനിലൂടെ കടന്നു പോകുന്നുണ്ട്. പ്രത്യേകിച്ച് ജോലിയെ സംബന്ധിച്ച്, സാമ്പത്തികമായ മേഖലകളെക്കുറിച്ച്, ബിസിനസ്സിനെ സംബന്ധിച്ചൊക്കെ ഇനി എന്താകുമോ എന്നുള്ളതിനെക്കുറിച്ച് വലിയൊരു ആകുലത ഒരുപാട് പേരുടെ മനസ്സിലുള്ളതായിട്ട് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരൊക്കെ പറയും, അച്ചോ പ്രാർത്ഥിക്കണം, ഇനി എങ്ങനെയാവും എന്താവും എന്ന് അറിയില്ല. എന്നിരുന്നാലും അവർ ദൈവത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥനയിലൂടെ സന്തോഷമായിട്ട് മുന്നോട്ട് പോകുന്നതാണ് എനിക്ക് അനുഭവപ്പെട്ടത്. ഇവിടെയുള്ള മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, സ്കൂളിൽ പോകുന്ന കുട്ടികൾ പോലും രാവിലെ സ്കൂൾ ബാഗുമായിട്ട് പള്ളിയിൽ പോയി ദീപബലി കഴിഞ്ഞ ശേഷം ക്ലാസ്സിൽ പോകുന്നവരാണ്. അത് പലപ്പോഴും നാട്ടിൽ വളരെ വിരളമായിട്ടാണ് നമ്മൾ കാണുന്നത്. അത്രമാത്രം കുടുംബങ്ങൾ മക്കളെ അടക്കം വിശ്വാസത്തിലേക്ക് നയിക്കാൻ താല്പര്യപ്പെടുന്നുണ്ട്. അച്ഛൻ്റെ ജീവിതത്തിൽ ഈ വചന പ്രഘോഷണ രംഗത്ത് അനേകം യുവാക്കന്മാരെ അച്ഛൻ കണ്ടെത്താറുണ്ട്. പലപ്പോഴും അവരുടെ ജീവിതത്തിൽ നമുക്കറിയാം, നാട്ടിലെ അവസ്ഥയൊക്കെ എപ്പോഴും വഴിതെറ്റി പോകാവുന്ന ഒരു നൂൽപ്പാലത്തിലൂടെ യാത്ര ചെയ്യുന്ന ഒരു ജീവിതശൈലിയാണ് നാട്ടിലൊക്കെ ഉള്ളത്. അനേകം പേര് തെറ്റായ ജീവിതമാർഗത്തിലൂടെ കടന്നു പോകുന്നുണ്ട്. അവർക്കൊക്കെ എപ്രകാരമായിരിക്കാം ഒരു നല്ല ജീവിതാവസ്ഥയിലേക്ക് കൈപിടിച്ച് നടത്താൻ തക്ക വിധത്തിൽ എപ്രകാരം നമുക്ക് അവരൊന്ന് ഒരുക്കിയെടുക്കാം അച്ഛൻ്റെ കാഴ്ചപ്പാടിൽ? ഇന്നത്തെ കാലത്ത് മാധ്യമങ്ങളുടെ സ്വാധീനം കുട്ടികളുടെ കാര്യത്തിലും യുവജനങ്ങളുടെ കാര്യത്തിലും ഏറെ പ്രത്യേകത സൃഷ്ടിക്കുന്നുണ്ട്. മൊബൈല്, ഇൻ്റർനെറ്റ്, വാട്സപ്പ്, അങ്ങനെ എല്ലാ സംവിധാനങ്ങളോടും കൂടി മക്കൾ വളരുമ്പോൾ വിശുദ്ധിയുടെ കാര്യത്തിൽ എന്തുമാത്രം വളരുന്നുണ്ടെന്ന് മാതാപിതാക്കൾ വിലയിരുത്തുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. മറ്റുള്ള കാര്യങ്ങൾക്ക് കൊടുക്കുന്ന ഊന്നൽ ആത്മീയ കാര്യങ്ങൾക്കും മാതാപിതാക്കൾ നൽകുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു മക്കൾ വഴിതെറ്റാതെ പോകാനൊക്കെ ഒരു പരിധി വരെ സഹായകമാവും. പ്രത്യേകിച്ച് കുടുംബ പ്രാർത്ഥനയിൽ മക്കൾ പങ്കെടുക്കണമെന്ന് നിർബന്ധം പിടിക്കുക, അനുദിനമുള്ള വിശുദ്ധ കുർബാനയ്ക്ക് സാധിക്കാവുന്നിടത്തോളം പോകണമെന്ന് നിർബന്ധം പിടിക്കുക, അല്പമെങ്കിലും സമയം ബൈബിൾ വായിക്കാൻ സമയം കണ്ടെത്തണമെന്ന് അവരോട് നിർബന്ധപൂർവ്വം അതിന് ആവശ്യപ്പെടുക. അങ്ങനെ ഓരോ ദിവസവും കൃത്യമായിട്ടുള്ള ഒരു ദിനചര്യ ആത്മീയ കാര്യങ്ങളിലും നമ്മൾ നിർബന്ധം പിടിക്കുകയാണെങ്കിൽ മക്കളെ ഒരു പരിധി വരെ ഈ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളിലെങ്കിലും രൂപീകരണപ്പെടുത്താൻ മാതാപിതാക്കൾക്ക് സാധിക്കും. അതോടൊപ്പം തന്നെ ഇന്ന് ഒരുപാട് അവസരങ്ങളുണ്ട്. ജീസസ് യൂസ് പോലെയുള്ള പ്രാർത്ഥനാ കൂട്ടായ്മകളുണ്ട്, ഇടവക ധ്യാനങ്ങളുണ്ട്, കോളേജുകളിലും ഒരുപാട് ധ്യാനങ്ങൾ, പ്രാർത്ഥനാ കൂട്ടായ്മകൾ, ഒരുപാട് അവസരങ്ങളൊന്നുണ്ട്. അപ്പോൾ അതിലേക്ക് മക്കളെ ഒന്ന് വഴിതിരിച്ചു വിടാൻ, അത് അധ്യാപകരായാലും മാതാപിതാക്കളൊക്കെ ആയാലും, ഇനി 10 പേരിൽ ഒരാളാണ് ഈ ആത്മീയ ചൈതന്യമുള്ളവനെന്നുണ്ടെങ്കിൽ ഒരാളോടെങ്കിലും അവൻ്റെ അനുഭവം പറഞ്ഞ് അതിലേക്ക് ഉൾപ്പെടുത്താൻ സാധിച്ചാൽ അവനെങ്കിലും ഈ ഒരു കാര്യത്തിൽ സഹായിക്കാൻ പറ്റുമെന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. വിവാഹ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന അനേകം യുവാക്കന്മാരുണ്ട്. വളരെ ഭൗതിക കാര്യങ്ങളെ മാത്രം ആശ്രയിച്ചാണ് പലപ്പോഴും വിവാഹത്തിൻ്റെ ആരംഭം. സമ്പത്ത്, വിദ്യാഭ്യാസം, സൗന്ദര്യം, ഇങ്ങനെയുള്ള ഭൗതികമായ കാര്യങ്ങളെ മാത്രം ആശ്രയിച്ചാണ് പൊതുവെ ഈ കാലഘട്ടങ്ങളിൽ വിവാഹം എന്ന കൂദാശയിലേക്ക് കടന്നു പോകുന്നത്. ഒരുപക്ഷെ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമ്മുടെ വീടുകളിലുണ്ടായിരുന്ന പ്രായമുള്ളവരൊക്കെ വിവാഹത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ പ്രാർത്ഥനാ ചൈതന്യമുള്ള കുടുംബം, പുരോഹിതനുള്ള കുടുംബം, സിസ്റ്റേഴ്സുള്ള കുടുംബം എന്നെല്ലാം വ്യക്തമായിട്ട് ഒരു വിശ്വാസ കാഴ്ചപ്പാടുണ്ടായിരുന്നു. അന്നത്തെ കുടുംബജീവിതങ്ങൾക്ക് ആ ഒരു കെട്ടുറപ്പും അടിത്തറയുണ്ടായിരുന്നു. ഇന്നത്തെ കുടുംബങ്ങളിൽ പലപ്പോഴും ആ ഒരു അടിത്തറയോ കെട്ടുറപ്പോ നമുക്ക് വളരെ കുറവാണ് കാണുന്നത്. ഇനിയുള്ള കാലഘട്ടങ്ങളിൽ വിവാഹ ജീവിതത്തിലേക്ക് കടന്നു പോകുന്ന പുരുഷന്മാർ, സ്ത്രീകൾ, അവർക്കും അവരുടെ മാതാപിതാക്കന്മാർക്കും എന്തായിരിക്കണം ഒരു പുതിയ കാഴ്ചപ്പാട് നമുക്ക് കൊടുക്കാൻ സാധിക്കുക? ഞാൻ തൃശ്ശൂർ അതിരൂപതയിൽ വിവാഹ ഒരുക്ക കോഴ്സിന് ക്ലാസ് എടുക്കാനും ആരാധനയ്ക്കും പോകുന്ന ആളാണ്. പലപ്പോഴും ഞാൻ അവരോട് ചോദിക്കാറുണ്ട്, നിങ്ങൾ എന്തിനാ വിവാഹം കഴിക്കണേന്ന്?
വിവാഹം അടുത്ത ആഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച കഴിഞ്ഞ് എന്ന് ഡേറ്റൊക്കെ തീരുമാനിച്ച് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കി നിൽക്കുന്നവരോട് എന്തിനാ നീ വിവാഹം കഴിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ പലപ്പോഴും അവർക്കതിന് ഉത്തരവില്ല. ഈ പറഞ്ഞതുപോലെ അവർ പറയും സ്നേഹിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടി, കൂട്ടുകൂടാൻ വേണ്ടി എന്നൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ വാക്കുകളിലൊരു ഉത്തരം പറയും. അപ്പം ഞാൻ അവരോട് ചോദിക്കും, സ്നേഹിക്കാനാണെന്നുണ്ടെങ്കിലും ഞാൻ കല്യാണം കഴിക്കണ്ടേ? സുരക്ഷിതത്തിന് വേണ്ടിയാണെങ്കിലും ഞാൻ കല്യാണം കഴിക്കണ്ടേ? കൂട്ടുകൂടാൻ വേണ്ടിയാണെങ്കിൽ ഞാൻ കല്യാണം കഴിക്കണ്ടേ? അപ്പോൾ ഇതൊന്നുമില്ലാതെ തന്നെ ഞാനിന്നൊരു വൈദികനായിട്ട് ജീവിക്കുന്നു എന്ന് പറയുമ്പോൾ അതിനപ്പുറത്ത് എന്തോ ഒരു ലക്ഷ്യം ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഇനിയുള്ള ദിവസമെങ്കിലും അതേക്കുറിച്ച് ധ്യാനിച്ച് പ്രാർത്ഥിച്ചൊരുങ്ങി ഈ കൂദാശ സ്വീകരിക്കണമെന്ന് ഞാൻ അവരോട് സ്നേഹപൂർവ്വം ഉപദേശിക്കാറുണ്ട്. എനിക്ക് തോന്നുന്നു വിവാഹത്തിന് ഒരുങ്ങുന്നവർ അവരിങ്ങനെ ഈ ഒഴുക്കിലൂടെ നീന്തിപ്പോയി ഒരു സമയമാകുമ്പോൾ കല്യാണം കഴിക്കുന്നു എന്നതിനോട് അപ്പുറത്ത് ദൈവത്തെക്കുറിച്ചോ ഇതൊരു ദൈവവിളിയാണെന്നും ദൈവം ആഗ്രഹിക്കുന്നതാണെന്നും ഈ കൂദാശയുടെ ലക്ഷ്യം എന്താണെന്നൊന്നും ആഴമായിട്ടുള്ള ഒരു ചിന്ത അല്ലെങ്കിൽ ആഴമായിട്ടൊരു ബോധ്യത്തിലേക്ക് എത്തുന്നും ഈ വിവാഹം എന്ന കൂദാശ സ്വീകരിക്കുന്നവർ മുഴുവൻ എത്തുന്നില്ല എന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ വിവാഹം എന്ന കൂദാശ സ്വീകരിക്കുക, വിവാഹ ജീവിതാംശത്തിലേക്ക് പ്രവേശിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് അതിലേക്കുള്ള ഒരുക്കം വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാൻ ഒരു വൈദികനായി തീരുന്നതിന് മുൻപ് 6ാം ക്ലാസ്സിൽ മുതലേ ഇതിനു വേണ്ടി ആഗ്രഹിച്ചൊരുങ്ങുകയാണ്. പ്രാർത്ഥിക്കുന്നു, സെമിനാറുകളിൽ പോകുന്നു, പലരുമായിട്ട് ഈ കാര്യങ്ങൾ പങ്കുവയ്ക്കുന്നു. അപ്പോൾ എൻ്റെ ആഗ്രഹമുണ്ട്, എനിക്കത് ബോധ്യമായി. എന്നിട്ടാണ് ഞാനൊരു തീരുമാനമെടുത്ത് ഈ ജീവിതാന്തസ്സിൽ ഇന്ന് ജീവിക്കുന്നത്. അതുകൊണ്ട് ഈ ജീവിതാന്തസ്സിനെ കുറിച്ച് എനിക്കിന്നൊരു മടുപ്പ് തോന്നുന്നില്ല, അല്ലെങ്കിൽ എൻ്റെ തീരുമാനം തെറ്റിപ്പോയി എന്ന് എനിക്ക് ചിന്തിക്കേണ്ടി വന്നിട്ടില്ല. സന്തോഷത്തോടെ ഈ ശുശ്രൂഷ ചെയ്യാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ട്. കുടുംബജീവിതത്തിലേക്ക് വരുന്നവരും ഇതുപോലെ ഒരുങ്ങി ബോധ്യപ്പെട്ട് തീരുമാനമെടുത്ത് മുന്നോട്ട് പോകുമ്പോൾ അതായിരിക്കും ഏറ്റവും വലിയ കാര്യമെന്നാണ് എനിക്ക് പറയാനുള്ള സന്ദേശം. നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ആഴമായ ഒരു ബോധ്യവും കാഴ്ചപ്പാടും അത് ലളിതമായ രീതിയിൽ നമുക്ക് പങ്കുവച്ചു തരികയായിരുന്നു ബിജു അച്ഛൻ. ജീവിതത്തിൽ മുന്നോട്ട് നോക്കുമ്പോൾ ഒന്നും കാണുന്നില്ല എങ്കിലും അനേകം വിശ്വാസ നിയമങ്ങളിലൂടെ കടന്നു പോകുമ്പോഴാണ് ആ ജീവിതം അനുഗ്രഹമാകുന്നതും അതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന കുടുംബജീവിതമായിക്കോട്ടെ മറ്റുള്ള ഏത് മേഖലകളായിക്കോട്ടെ അനുഗ്രഹപ്രദമാകുന്നതും. ഇത്രയും നേരം നമ്മോടുകൂടി ആയിരിക്കുകയും വളരെ ലളിതമായ രീതിയിൽ നമുക്ക് സന്ദേശങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്ത ബിജു അച്ഛനെ നന്ദിയോടെ നമുക്ക് ഓർക്കാം. അച്ഛൻ്റെ എല്ലാ ശുശ്രൂഷകളിലും ദൈവ അനുഗ്രഹമുണ്ടാകട്ടെ. കർത്താവിൻ്റെ വലിയ കരത്തിന് കീഴിൽ അനേകം സ്ഥലങ്ങൾ ശുശ്രൂഷ ചെയ്യാനുള്ള വലിയ കൃപാവരം നൽകണമെന്ന് യാചിച്ചുകൊണ്ട് അച്ഛന് എല്ലാം ശാലോം പ്രേക്ഷകരുടെ പേരിലും നന്ദി പറയുന്നു യേശുനാമത്തിൽ. കുരിശ് രക്ഷയുടെ അടയാളമാണ്. സ്നേഹത്തിൻ്റെയും പങ്കുവെക്കലിൻ്റെയും മഹത്തായ അനുഭവം. ആ വലിയ രക്ഷയുടെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തെ സമ്പൂർണ്ണമാക്കട്ടെ. ഏവർക്കും ക്രിസ്തു സ്നേഹവും സമാധാനവും നേരുന്നു. പ്രാർത്ഥനയിൽ നമുക്ക് പരസ്പരം ഓർമ്മിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. eldroyvision.uae@gmail.com. ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം, അതിരുകൾ ഭേദിക്കും സ്നേഹത്തിൻ്റെ രശ്മികൾ. ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം. മന്ന